ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ സൗദി അറേബ്യയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അൽ നസർ അൽ റിയാദിനെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ബ്രസീലിയൻ യുവ പ്രതിഭയായ ഏഞ്ചലോയാണ്. നമുക്കറിയാം, മധ്യനിരയിൽ കളിക്കുന്ന ബ്രസീലിയൻ ടാലൻ്റാണ് ഏഞ്ചലോ. സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് അൽ നസറിന് വേണ്ടി അദ്ദേഹം നടത്തുന്നത്. ഇന്നലത്തെ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഇങ്ങനെയാണ്: ഒരു ഗോൾ താരം നേടിയിട്ടുണ്ട്, കൂടാതെ ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 2 കീ പാസുകൾ അദ്ദേഹം നൽകി. 39 പാസുകളിൽ 33 പാസുകളും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 7.5 അദ്ദേഹത്തിൻ്റെ സോഫാ സ്കോർ റേറ്റിംഗ് ആയിക്കൊണ്ട് വരുന്നത്. അങ്ങനെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ ഏഞ്ചലോക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത് ഫലം കാണുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ബ്രസീലിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മധ്യനിര താരം തന്നെയാണ് ഏഞ്ചലോ. മധ്യനിരയിൽ പല പൊസിഷനുകളിലും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇനി മറ്റൊരു ബ്രസീലിയൻ താരത്തിൻ്റെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത്, ഇന്നലെ റയൽ ബെറ്റിസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്തി. ബ്രസീലിയൻ വിങ്ങറായ ആന്റണി ഈ മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച 2ാമത്തെ താരമായി കൊണ്ട് മാറാൻ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 5 ഷോട്ടുകൾ ഈ മത്സരത്തിൽ അദ്ദേഹം ഉതിർത്തിട്ടുണ്ട്. അതിൽ 2 ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു. 3 കീ പാസുകൾ, 42 പാസുകളിൽ 40 പാസുകളും പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 9 ഡുവലുകളിൽ 5 ഡുവലുകളും അദ്ദേഹം വോൺ ചെയ്തു. 2 ഫൗളുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. സോഫാ സ്കോറിൻ്റെ റേറ്റിംഗ് വരുന്നത് 8.2 ആണ്. അതായത്, മത്സരത്തിൽ ഗോളോ അസിസ്റ്റോ അദ്ദേഹം നേടിയിട്ടില്ല, പക്ഷേ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നിറഞ്ഞു കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. നമുക്കറിയാം, റയൽ ബെറ്റിസിൽ എത്തിയതിനു ശേഷം പലപ്പോഴും മികച്ച പ്രകടനം നടത്താൻ ആന്റണിക്ക് സാധിക്കാറുണ്ട്. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, വലത് വിങ്ങിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ബ്രസീലിയൻ ദേശീയ ടീമിന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.